ഗുഡ് തോട്ട്സ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വജ്രങ്ങൾ ഭൂമിയിലെ ഏറ്റവും വിലയേറിയ വസ്തുക്കളിലൊന്നാണ്. ലക്ഷണമൊത്ത വജ്രങ്ങൾക്ക് ലഭിക്കുന്ന വില ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. അതേസമയം ഭൂമിയിൽ ഇത്ര മൂല്യമേറിയ, കണ്ടെടുക്കാൻ കിലോമീറ്ററുകൾ ആഴത്തിൽ ഖനികൾ നിർമ്മിക്കേണ്ടി വരുന്ന ഈ വസ്തുവാണ് നെപ്റ്റ്യൂണിൻ്റെ ഉൾഭാഗത്ത് നിറയെ കാണപ്പെടുന്നത്. വജ്രങ്ങൾ വെറുതെ കാണപ്പെടുന്നു എന്നതു മാത്രമല്ല, ഇവയുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് നെപ്റ്റ്യൂണിൽ. മാത്രമല്ല, അയൽവാസിയായ യുറാനസിലും ഇത് തന്നെയാണ് സ്ഥിതി, ഗവേഷകർ പറയുന്നു. ഏതായാലും ദശാബ്ദങ്ങളായി അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഭാസത്തിന് പിന്നിലെ കാരണം കണ്ടെത്തി എന്ന വിശ്വാസത്തിലാണ് ശാസ്ത്രലോകമിപ്പോൾ. നെപ്റ്റ്യൂണിൻ്റെ ഉൾഭാഗത്തെ വജ്രമഴയ്ക്ക് പിന്നിലെ ഊഹം ഇതാണ്. സൂര്യനിൽ നിന്ന് ഏറെ അകലെ സ്ഥിതി ചെയ്യുന്നതിനാൽ കൊടും തണുപ്പിൽ മഞ്ഞുമൂടിയ നിലയിലാണ് ഈ ഗ്രഹങ്ങളുള്ളത്. എന്നാൽ ഉൾഭാഗം മറ്റെല്ലാ ഗ്രഹങ്ങളെയും പോലെ കൊടും ചൂടിൽ ഉരുകി ഒഴുകുന്ന ലാവകളാൽ നിറഞ്ഞതാണ്. ഉള്ളിലും പുറത്തുമുള്ള ഈ താപനിലയിലെ വൈരുദ്ധ്യം തന്നെയാണ് നെപ്റ്റ്യൂണിൻ്റെ ഉൾഭാഗത്ത് വജ്രങ്ങൾ കുമിഞ്ഞുകൂടുന്നതിന് വഴിയൊരുക്കുന്നത്. ഉൾഭാഗത്തെ കൊടും ചൂടും ഉയർന്ന മർദ്ദവും നെപ്റ്റ്യൂണിൻ്റെ അന്തർഭാഗത്തുള്ള ഹൈഡ്രോ കാർബൺ ഘടകങ്ങളെ വജ്രങ്ങളാക്കി മാറ്റുന്നു എന്നാണ് ഗവേഷകർ കണക്കുകൂട്ടുന്നത്. എങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നെപ്റ്റ്യൂണിൻ്റെ അകക്കാമ്പിലെ വജ്രങ്ങളെ തിരിച്ചറിയുന്നത് എന്നാണ് മറ്റൊരു ശ്രദ്ധേയമായ ചോദ്യം. സ്ലാക് നാഷണൽ ആക്സിലേറ്റർ ലബോറട്ടറിയുടെ ലിനാക് കോഹറൻറ്റ് ലൈറ്റ് സോഴ്സ് എക്സ്റേ ലേസർ സാങ്കേതിക വിദ്യയാണ് നെപ്റ്റ്യൂണിനെ സംബന്ധിച്ച പുതിയ പഠനത്തിന് ഗവേഷകരെ സഹായിച്ചത്. ഇതാദ്യമായാണ് നെപ്റ്റ്യൂണിലെ വജ്രശേഖരത്തിൻ്റെ ഇത്രയും കൃത്യമായ വിവരങ്ങൾ ശാസ്ത്രലോകത്തിന് ലഭിക്കുന്നതും. ഹൈഡ്രോ കാർബണുകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ക്രിസ്റ്റലൈസ് ചെയ്യപ്പെട്ട് വജ്രങ്ങളുടെ രൂപത്തിലേക്ക് മാറുന്നതും ഈ പഠനത്തിൽ ഗവേഷകർ കണ്ടെത്തി. സൗരയൂഥത്തിലെ ഏറ്റവും കുറച്ച് മാത്രം പഠനങ്ങൾ നടന്നിട്ടുള്ള 2 ഗ്രഹങ്ങളാണ് യുറാനസും നെപ്റ്റ്യൂണും. ഇതുവരെ ഇവയുടെ സമീപത്തു കൂടി മാത്രം കടന്നുപോയിട്ടുള്ള വോയേജർ 2 എന്ന അമേരിക്കൻ ഉപഗ്രഹം മാത്രമാണ് ഇവയുടെ സമീപത്ത് നിന്നുള്ള ചിത്രങ്ങളെങ്കിലും ലഭ്യമാക്കിയിട്ടുള്ളത്. അതേസമയം ഭൂമി ഉൾപ്പെടുന്ന ഗാലക്സിയായ ആകാശഗംഗ അഥവാ മിൽക്കി വേയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഈ 2 ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനം അനിവാര്യമാണ്. ഇതിലേക്കായുള്ള നിർണായകമായ ചുവടുവയ്പ്പാണ് എക്സ്റേ ലേസർ ഉപയോഗിച്ച് നടത്തിയ നെപ്റ്റ്യൂണിലെ വജ്രങ്ങളെക്കുറിച്ചുള്ള പഠനം എന്നാണ് കരുതുന്നത്. നെപ്റ്റ്യൂണിൻ്റെ അന്തരീക്ഷം. ഹൈഡ്രജനും ഹീലിയവും ചേർന്നതാണ് നെപ്റ്റ്യൂണിൻ്റെ അന്തരീക്ഷത്തിൻ്റെ വലിയൊരു ഭാഗവും. യുറാനസിലും സ്ഥിതി വ്യത്യസ്തമല്ല. അല്പം മാത്രം മീഥേനിൻ്റെ സാന്നിധ്യമുള്ള ഈ ഗ്രഹങ്ങളുടെ ഉൾക്കാമ്പ് വാതകങ്ങളാലും ഉറച്ചുപോയ വെള്ളം അഥവാ മഞ്ഞുപാളികളാലും നിറഞ്ഞതാണ്. അതേസമയം തന്നെ ഉള്ളിൽ തിളച്ചു മറിയുന്ന കോർ മേഖലയും ഈ ഗ്രഹങ്ങളിൽ കാണാൻ കഴിയും. പുറത്തെയും അകത്തെയും താപനിലയിലുള്ള ഈ സാരമായ വ്യതിയാനം തന്നെയാണ് ഇത്രയധികം അളവിൽ വജ്രങ്ങൾ ഈ ഗ്രഹങ്ങളിൽ രൂപപ്പെടുന്നതിന് കാരണമാകുന്നതും. പതിറ്റാണ്ടുകളായി തന്നെ ശാസ്ത്ര ഗവേഷണ സ്ഥാപനമായ സ്ലാക് ഈ ഗ്രഹങ്ങളുടെ അകക്കാമ്പുകളെക്കുറിച്ചുള്ള പഠനത്തിലാണ്. ഇതിനിടയിലാണ് വജ്രങ്ങളിലേക്ക് ഇവർ എത്തിച്ചേർന്നത്. പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി.